കാരണം ഭാരതത്തെ ഭാരതമായി നിലനിർത്താൻ ഇതുപോലത്തെ പടങ്ങൾ അനിവാര്യമാണ് ഈ കാലഘട്ടത്തിൽ. നല്ല പടം. പിന്നെ സമയം 4 മണിക്കൂർ പോയതറിഞ്ഞില്ല. സെറ്റപ്പ് പടം സൂപ്പർ. എല്ലാവർക്കും വന്ന് കാണാം. അല്ല, രണ്ടും ഒരേപോലെ പക്ക ആക്ഷൻ പടം. പറയാനില്ല. 4 മണിക്കൂർ പോയെന്ന് അറിയുന്നുണ്ടോ? പെട്ടെന്ന് തീർന്നു പോലെ. ഫുൾ ടെസ്റ്റ്. എങ്ങനെയുണ്ട് ഫസ്റ്റ് കണ്ടിട്ട് വരുന്നത് കാണുമ്പോൾ എക്സ്പീരിയൻസ് എങ്ങനെയുണ്ടായിരുന്നു? സെറ്റ് പടം ഒന്നും പറയാനില്ല. 4 മണിക്കൂർ എൻഗേജിങ് ആണോ? ആ പിന്നെ കാണാനുള്ള എങ്ങനെയുണ്ട് മൊത്തത്തില്? ഫസ്റ്റ് കണ്ടായിരുന്നു. അതുമായിട്ട് വെച്ച് നോക്കുകയാണെങ്കിൽ എങ്ങനെയുണ്ട് ടോട്ടലി? അത് വെച്ച് വെച്ചപ്പോ കൂടുതൽ സർപ്രൈസസ് ആൻഡ് ട്വിസ്റ്റുകൾ. ഫുള്ള് പ്ലോട്ട് ട്വിസ്റ്റ് ആയിരുന്നു. 4 മണിക്കൂർ പോയത് അറിയുന്നുണ്ടോ? മൊത്തത്തില് ഫസ്റ്റിനേക്കാളും നല്ല അടിപൊളി. സെക്കൻഡ് അവരുടെ വർക്ക് ടോട്ടലി എങ്ങനെയുണ്ട്? വർക്ക് കൊള്ളാം, VFX കൊള്ളാം. 4 മണിക്കൂർ പോകുന്ന അറിയുന്നുണ്ടോ? ഏയ് കുഴപ്പമൊന്നുമില്ല. 4 മണിക്കൂർ കുഴപ്പമൊന്നുമില്ല. അതിനോടുണ്ട്. എങ്ങനെയുണ്ടായിരുന്നു ടോട്ടലി എക്സ്പീരിയൻസ്? ടോട്ടലി നല്ല എക്സ്പീരിയൻസ്. എനിക്ക് ഫസ്റ്റ് പാർട്ടിനേക്കാളും കൂടുതൽ ഇത് ഇഷ്ടപ്പെട്ടു. പിന്നെ 4 മണിക്കൂർ ഒന്നും പോകുന്നതേ അറിഞ്ഞിട്ടില്ല. ഒറ്റ വാക്ക് പറയുന്നത് പടം തീയ. ഫുള്ള് രോമാഞ്ചം. പിന്നെ പ്രതീക്ഷിക്കാത്ത ഓരോ ട്വിസ്റ്റുകൾ. ഞാൻ 10ൽ 10 തന്നെ കൊടുക്കാൻ. ഇങ്ങനെയുള്ള സിനിമയൊക്കെ ഈ ടൈമിൽ ഇറങ്ങുമ്പോൾ എന്താണ് അതിന് പറയാനുള്ളത്? ഒരു ജനക്ഷനൊക്കെ വരുമല്ലോ, രാജ്യസ്നേഹമൊക്കെ തോന്നുന്നുണ്ടായിരിക്കും. അതെ അതെ ആണല്ലേ? രൺബീറിന്റെ ടോട്ടലി എങ്ങനെ ഉണ്ടായിരുന്നു? അഴിഞ്ഞാട്ടം എന്ന് പറയാം. ആണല്ലേ? ഫുള്ള് പുള്ളിയുടെ അഴിഞ്ഞാട്ടം. ഒരു സിനിമയ്ക്ക് വേണ്ടി തന്നെ പുള്ളി ഒരു ജീവിതം മാറ്റി വെച്ചവരൊക്കെ തോന്നുന്നു. ഒരു നാഷണൽ അവാർഡ് ഡിസർവ് ചെയ്യുന്നുണ്ട് പുള്ളി ഇതിൽ ആക്ട്. രണ്ടോ കുറയോ? എങ്ങനെയുണ്ട്? അടിപൊളി അടിപൊളിയാ. സെറ്റായിട്ടുണ്ട്. എങ്ങനെയുണ്ട്? വയലൻസ് ആണ്? ഫുള്ള് വയലൻസാ. ഫസ്റ്റ് പാർട്ടിലെ പോലെ തന്നെ സെക്കൻഡ് പാർട്ടും അടിപൊളിയായിട്ടുണ്ട്. 4 മണിക്കൂർ എൻഗേജിങ് ആയിരുന്നോ? സെക്കൻഡ് ഹാഫ് കുറച്ച് ലാഗുണ്ട്. പക്ഷേ ക്ലൈമാക്സ് പീക്കായിട്ട് എടുത്തു വെച്ചിട്ടുണ്ട്. നല്ലതായിരുന്നു. എങ്ങനെയുണ്ട് 4 മണിക്കൂർ? 4 മണിക്കൂർ ഫീൽ ചെയ്യില്ല. ഇത് ഈ 2 സ്ക്രിപ്റ്റും കൂടെ ഒരുമിച്ച് എഴുതിയതുകൊണ്ട് അതിൻ്റെ ഒരു വ്യത്യാസം വരും. നല്ലതാണ്. എല്ലാ പടങ്ങളും ഒരുമിച്ച് എഴുതാം. എങ്ങനെയുണ്ട്? ദുരന്തരം കീർത്തിയോ? നല്ല. ചേട്ടാ എങ്ങനെയുണ്ടായിരുന്നു എക്സ്പീരിയൻസ്? പുതിയ ഭാരതം ആണല്ലേ? നമ്മളെല്ലാവരും കണ്ടിരിക്കണം. ഏത് ദേശഭക്തന്മാരും കാണേണ്ട ഒരു സിനിമയാണത്. അത് യാതൊരു സംശയമില്ല. നമ്മുടെ പുതിയ ഭാരതം എങ്ങനെയാണ് പാകിസ്ഥാനെ ട്രീറ്റ് ചെയ്തത്, ഭാരതം എങ്ങനെയാണ് ഇന്ന് ലോക രാജ്യങ്ങളുടെ മുമ്പിൽ ഇത്രയും തലയുയർത്തി നിൽക്കുന്നത്, അത് ദുരന്തം നമുക്ക് കാണിച്ചു തരും. കൃത്യമായി കാണിക്കുന്നുണ്ട്. അതിലെല്ലാവരും പോയി കാണണം. നമ്മളെ സൈന്യത്തെ ബഹുമാനിക്കാൻ പഠിക്കണം. എല്ലാം ചെയ്യാം. തീർച്ചയായും. 4 മണിക്കൂർ പോയത് അറിഞ്ഞില്ല. വളരെ മനോഹരമായ പടം. ഇന്ത്യൻ മിലിറ്ററിയുടെ ആ ഒരു ട്രെയിനിങ്ങും ഡിസിപ്ലിനും ഒക്കെ വളരെ കൃത്യമായിട്ട് ആ സിനിമയിൽ കാണിക്കുന്നുണ്ട്. നമ്മുടെ പൊളിറ്റീഷ്യൻസ് കുറച്ചും കൂടി റെസ്പോൺസിബിളായിട്ട് ബിഹേവ് ചെയ്യാനാണ് ആ സിനിമ കാണിക്കുന്നത്. കാരണം ഭാരതത്തെ ഭാരതമായി നിലനിർത്താൻ ഇതുപോലത്തെ പടങ്ങൾ അനിവാര്യമാണ് ഈ കാലഘട്ടത്തിൽ. വയലൻസിൻ്റെ കാര്യം വിടും. വളരെയധികം വാല്യൂ ആ മൂവി കാണിക്കുന്നുണ്ട്. രാഷ്ട്ര നിർമ്മിതിക്കും ഈ രാഷ്ട്രം ഭാരതത്തിൻ്റെ ആത്മാവിനെ നിലനിർത്തേണ്ടത് ഒരു ആവശ്യകത ഈ സിനിമ കാണിക്കുന്നുണ്ട്. ഈ നോട്ട് നിരോധനമൊക്കെ വളരെ കൃത്യമായിട്ട് കാണിക്കുന്നുണ്ട്. വെറുതെ നോട്ട് ഒരു സുപ്രഭാതത്തിൽ നിരോധിച്ചതല്ല. ഇവിടെ ഭാരതത്തിൽ ഇത്രമാത്രം കള്ളനോട്ട് ദേശദ്രോഹികൾ വിതരണം ചെയ്യുന്നതിനെ വളരെയധികം സമർത്ഥമായി കാണണം നമ്മൾ. അതിനുശേഷം എന്താ ഇപ്പോൾ നിങ്ങൾക്ക് കാണാൻ 500 ഇരട്ടിയാണ് നമ്മുടെ ഓൺലൈൻ റാങ്കിങ്ങും ട്രാൻസാക്ഷനും വർദ്ധിച്ചത്. ഇപ്പോൾ ദേശദ്രോഹികളെ ഒറ്റപ്പെടുത്തുന്ന ഒരു സിനിമയാണ്. എല്ലാവരും പോയി കാണും. സത്യമല്ലേ പറയുന്നത്? ഇങ്ങനെ പ്രൊപ്പഗണ്ടയാവും. ഇല്ലാത്ത കാര്യം പറയുന്നതല്ലേ പ്രൊപ്പഗണ്ട. ഇത് സത്യമാണ്. നല്ല പടം. നല്ല പടം. സൂപ്പർ. ചേട്ടാ എങ്ങനെയുണ്ടായിരുന്നു? എങ്ങനെയുണ്ട് 4 മണിക്കൂർ? നമ്മളൊരു അറിയുന്നില്ല നമ്മള് കഴിഞ്ഞൊന്നും അറിയുന്നില്ല. നമ്മുടെ രാജ്യത്തിന്റെ കാര്യങ്ങളൊക്കെ കാണിച്ചേക്കണേ. എല്ലാം നല്ല രീതിയിൽ കണക്ട് ചെയ്യുന്നുണ്ട്. നമുക്ക് ഫാക്ട് ആണെങ്കിലും അറിയത്തില്ല. പക്ഷെ എല്ലാവരും നല്ല രീതിയിലാണ് നറേറ്റ് ചെയ്തേക്കുന്നത്. വർക്ക് അല്ലേ എത്ര കോൺഫിഡൻസോട് ചെയ്തെങ്കിൽ. അതെ ഒരു രക്ഷയില്ല. ഫയർ എന്ന് പറഞ്ഞാൽ മേക്കിംഗ് വിഷയസാണ് എന്ന് പറഞ്ഞാൽ മ്യൂസിക് BGM എക്സ്പീരിയൻസ് ചെയ്യേണ്ടത്. ഇത് തിയേറ്ററിൽ തന്നെ എക്സ്പീരിയൻസ് ചെയ്യേണ്ട പടമാണ്. അപ്പം ചില പൊളിറ്റിക്സിൽ നമുക്ക് ചിലപ്പോൾ ഡിസഗ്രിമെൻ്റ് ഉണ്ടാകാം. അപ്പം അതിന് ദാറ്റ് ഇസ് ഫൈൻ, ദാറ്റ് ഇസ് അണ്ടർസ്റ്റാൻഡബിൾ. ബട്ട് ആസ് ഫാർ ആസ് ഒരു മൂവി എന്നുള്ള നിലയിൽ, ആർട്ട് എന്നുള്ള നിലയിൽ തീസാണ്, തീ പടം.